താൻ യുദ്ധം ചെയ്യില്ലെന്ന് ഉറപ്പിക്കാൻ വേണ്ടി അർജുനൻ കാരണങ്ങൾ ഒന്നൊന്നായി നിരത്തുകയാണ്. ശരീരം തളരുന്നു, മനസ്സ് മരവിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്റെ ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും കൊന്നിട്ട് എനിക്ക് എന്ത് രാജ്യമാണ് നേടാനുള്ളത്? ഈ പാപഭാരം ഞാൻ എങ്ങനെയാണ് ജീവിതകാലം മുഴുവൻ ചുമക്കുക? അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും ആഴത്തിലുള്ള ആ വേദന നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ തന്റെ എല്ലാ വാദങ്ങളും പറഞ്ഞു തീർന്നു. മുന്നോട്ടു പോകാൻ ഒരു വഴിയുമില്ല എന്ന് തോന്നിയപ്പോൾ അർജുനൻ തന്റെ നിസ്സഹായതയുടെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ആ ഒരു നിമിഷത്തിലാണ് അദ്ദേഹം ആരെയും ഞെട്ടിക്കുന്ന ഒരു ആഗ്രഹം മുന്നോട്ട് വെച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരു യോദ്ധാവ് ജീവിതകാലം മുഴുവൻ വിജയത്തിനു വേണ്ടി മാത്രം പൊരുതിയ ഒരാൾ ഇപ്പോൾ പറയുകയാണ്, എന്നെ ആരെങ്കിലും വന്ന് കൊന്നോട്ടെ, അതാണ് എനിക്ക് ഏറ്റവും നല്ലതെന്ന്. ഇതിലും വലിയൊരു തകർച്ചയുണ്ടോ? അർജുനന്റെ ഈ വാക്കുകളുടെ യഥാർത്ഥത്തിലുള്ള ആഴം മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ച 2 പ്രധാനപ്പെട്ട സംസ്കൃത വാക്കുകളിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഈ വാക്കുകളിലാണ് അദ്ദേഹത്തിന്റെ ആ പ്രതിസന്ധിയുടെ കാതലൊളിഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തെ വാക്കാണ് അശസ്ത്രം. അതിനർത്ഥം വെറുതെ കയ്യിൽ ആയുധമില്ലാത്തവൻ എന്നല്ല. ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുധം അവന്റെ വ്യക്തിത്വമാണ്, അവന്റെ ജീവിതം തന്നെയാണ്. അപ്പോ ആയുധം താഴെ വെക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇനിയൊരു യോദ്ധാവല്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണത്. രണ്ടാമത്തെ വാക്കാണ് അപ്രതീകാരം. അതായത് ഒരു തരത്തിലുമുള്ള ചെറുത്തുനിൽപ്പും ഇല്ലാത്തവൻ. ഇത് പേടികൊണ്ടല്ല, മറിച്ച് എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലും ഒരു പാപം ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന ഉറച്ച തീരുമാനമാണ്. ആരെങ്കിലും കൊല്ലാൻ വന്നാൽ പോലും താൻ തിരിച്ചു ഒന്നും ചെയ്യില്ല എന്ന് അർജുനൻ ഉറപ്പിക്കുകയാണ്. അപ്പോ ഈ 2 വാക്കുകളും കൂടി ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ചിത്രം ഇതാണ്. അർജുനൻ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. പാപം ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ഇരയായി മരിക്കുന്നത്. അർജുനന്റെ ഈ വാക്കുകൾ വെറുമൊരു വ്യക്തിപരമായ ദുഃഖപ്രകടനമായിരുന്നില്ല. അത് യോദ്ധാക്കളുടെ ഒരു ധർമ്മവ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു. അതെങ്ങനെയാണെന്നല്ലേ? ഒരു യോദ്ധാവ് എന്തിനു വേണ്ടിയാണോ ജീവിക്കുന്നത് അതിന്റെ എല്ലാം നേരെ വിപരീതമായിരുന്നു അർജുനന്റെ അന്നത്തെ നിലപാട്. ജയിക്കാൻ വേണ്ടി പൊരുതേണ്ടവൻ മരിക്കാൻ തയ്യാറാകുന്നു, സ്വയം പ്രതിരോധിക്കേണ്ടവൻ കീഴടങ്ങാൻ തയ്യാറാകുന്നു, ആയുധമെടുക്കേണ്ടവൻ നിരായുധനാകുന്നു. യോദ്ധാവിന്റെ നിയമങ്ങളെല്ലാം തലകീഴായി മറിച്ചിടുന്നതിന് തുല്യമായിരുന്നു അത്. ഇവിടെയാണ് ആ പ്രതിസന്ധിയുടെ കാതൽ ഇരിക്കുന്നത്. ഒരു യോദ്ധാവെന്ന നിലയിൽ മരണത്തെ ഒട്ടും ഭയമില്ലാത്ത അർജുനൻ ഒരു മനുഷ്യനെന്ന നിലയിൽ പാപം ചെയ്യുന്നതിനെ അതിയായി ഭയപ്പെടുന്നു. മുൻഗണനകൾ പൂർണ്ണമായും മാറുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ കഥയ്ക്ക് ഇന്ന് നമ്മളോട് എന്താണ് പറയാനുള്ളത്? അർജുനന്റെ ഈ പ്രതിസന്ധിക്ക് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. തെറ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സഹിക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ചകളായിരിക്കും ഏറ്റവും വലിയ തിരിച്ചറിവുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഓർക്കുക, അർജുനന്റെ ഈ കീഴടങ്ങൾ ഒന്നിന്റെയും അവസാനമായിരുന്നില്ല. അത് ഭഗവത്ഗീത എന്ന മഹത്തായ ജ്ഞാനത്തിന്റെ തുടക്കമായിരുന്നു. അപ്പോ ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചോദ്യം വെക്കുകയാണ്. അർജുനൻ തന്റെ ഒരു അതിർവരമ്പ് കണ്ടെത്തി. പാപം ചെയ്യുന്നതിനേക്കാൾ ഭേദം മരണമാണെന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അതിർവരമ്പുണ്ടോ? സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലും നിങ്ങൾ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യം എന്തായിരിക്കും? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.